മുനമ്പം വഖഫ് കേസിൽ മലക്കം മറിഞ്ഞ് ഭൂമി വഖഫ് ചെയ്ത സിദ്ദിഖ് സേട്ടിന്റെ ചെറുമക്കൾ. ഭൂമി വഖഫല്ലെന്ന് സിദ്ദിഖ് സേട്ടിന്റെ ചെറുമക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രൈബ്യൂണലിൽ അറിയിച്ചു. വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, വഖഫ് ട്രൈബ്യൂണലിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സിദ്ദിഖ് സേട്ടിന്റെ ചെറുമക്കളുടെ വാദം? വഖഫ് കേസുമായി ബന്ധപ്പെട്ട വാദം എപ്പോഴും ട്രൈബ്യൂണലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഈ വഖഫ് കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടുള്ളത്. കേസിനെ തന്നെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള സുബൈദയുടെ കൊച്ചുമക്കളാണ് ഇപ്പോൾ അത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാട് മാറ്റവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് സിദ്ദിഖ് സേട്ടാണ് ഈ ഭൂമി വഖഫ് ചെയ്തിട്ടുള്ളത്. അവരുടെ മകൾ ആയിട്ടുള്ള സുബൈദയാണ് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നും ആ ഭൂമി മുനമ്പം നിവാസികളിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നുമുള്ള ആവശ്യവുമായി വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത്. അവരുടെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകളാണ് ഇന്നലെ അവരുടെ അഭിഭാഷകർ മുഖേന ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാടിലേക്ക് മാറ്റം വന്നിട്ടുള്ളത്. ഈ സിദ്ദിഖ് സേട്ടിന്റെ രണ്ടു മക്കളിൽ ഒരു മകളാണ് സുബൈദ. സുബൈദയുടെ മക്കളായിട്ടുള്ള ആളുകളാണ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. സിദ്ദിഖ് സേട്ടിന്റെ മറ്റൊരു മക്കളുടെ മക്കളൊക്കെ അത് വഖഫ് ഭൂമിയാണ്, അത് തിരിച്ചെടുക്കണം എന്ന നിലപാടിൽ തന്നെ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തായാലും ഈ ഘട്ടത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുകയും അത് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ആ വാദത്തിൽ നിന്നും മാറി വരുന്നത് എന്തായാലും മുനമ്പം നിവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേസിനെ ഏത് രീതിയിലായിരിക്കും ഇത് സ്വാധീനിക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ക്രയവിക്രയത്തിനുള്ള അധികാരമുണ്ട് എന്നതിനാലാണ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് എന്ന നിലപാട് മാറ്റത്തിലേക്കാണ് അവർ വന്നിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ സിദ്ദിഖ് സേട്ടിന്റെ മക്കൾ ഉൾപ്പെടെ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വിഭാഗക്കാർ പറയുന്നത് ഈ ആധാരത്തിൽ തന്നെ 2 തവണയോളം വഖഫ് ഭൂമിയാണ് എന്ന് ആത്മശാന്തിക്കായി സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ് എന്ന് പറയുന്നുണ്ട്. അതിനാൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതേ വാദമുണ്ടായിരുന്ന സിദ്ദിഖ് സേട്ടിന്റെ മകൾ സുബൈദയുടെ മക്കളാണ് ഇപ്പോൾ അവരുടെ നിലപാടിൽ നിന്ന് മാറ്റവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ആശ്വാസം ഉള്ള ഒരു വിധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിലപാട് മാറ്റം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 67-ലെ പറവൂർ മുൻസിഫ് കോടതിയാണ് ഈ ഭൂമി വഖഫ് ഭൂമിയായി തിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നിജപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത്തരത്തിൽ മുൻസിഫ് കോടതി ആ നിലപാടിലേക്ക് എത്തിയത് എന്നതിനെ സംബന്ധിച്ച പരാമർശങ്ങളാണ്, അല്ലെങ്കിൽ ആ കോടതി ഉത്തരവാണ് ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ എന്തായാലും മുന്നോട്ടേക്ക് പോവും. ആ ഘട്ടത്തിൽ ഈ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗക്കാർ വഖഫ് ഭൂമിയല്ല എന്ന നിലപാടിലേക്ക് മാറി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന കാര്യങ്ങൾ. നീലിമ, ഗോകുൽ, ഈ ഭൂമി വഖഫായി പരിഗണിക്കാനാകില്ലെന്നാണല്ലോ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ നിലപാട്. ആ നിലപാട് അങ്ങനെ തന്നെയല്ലേ ഈ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഫാറൂഖ് കോളേജ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനാണ് 2019 മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്ത നിലപാട് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം നിവാസികൾക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ കോടതിയെ സമീപിച്ചതിലാണ് പിന്നെ വിവിധ ആളുകൾ കക്ഷി ചേർന്ന്, മുനമ്പം നിവാസികൾ കക്ഷി ചേർന്നു, സിദ്ദിഖ് സേട്ടിന്റെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകൾ കക്ഷി ചേർന്നു, സിദ്ദിഖ് സേട്ടിന്റെ മകളായിട്ടുള്ള സുബൈദ കക്ഷി ചേർന്നു. അങ്ങനെ കക്ഷി ചേർന്നുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കം മുതലേ പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല എന്നും ക്രയവിക്രയത്തിനുള്ള അധികാരം അതിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലുണ്ട് എന്നും ആവശ്യമെങ്കിൽ ഭൂമി തിരിച്ചെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നുമാണ്. വഖഫ് ഭൂമിയായിട്ടാണ് ഇത്തരത്തിലൊരു ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ക്രയവിക്രയത്തിനുള്ള അധികാരം കൊടുക്കില്ല, ഭൂമി തിരിച്ചു കൊടുക്കാനുള്ള അവകാശം കൊടുക്കില്ല എന്ന കാര്യങ്ങളൊക്കെ വാദിക്കുന്നു. അതിനാലാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ 2019 ഈ ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തതിനെയും അത് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ടുള്ളത്. ആ കേസിലാണ് മുനമ്പം നിവാസികളും സിദ്ദിഖ് സേട്ടിന്റെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകളും സിദ്ദിഖ് സേട്ടിന്റെ മക്കളുമൊക്കെ കക്ഷി ചേർന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കക്ഷി ചേർന്ന സമയത്ത് ഈ സുബൈദയുടെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകൾ ഇത് വഖഫ് ഭൂമിയാണ് എന്നും ഭൂമി തിരിച്ചു പിടിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ പിന്നീടാണ് അവർ ഇതിൽ നിലപാട് മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അവർ ആ വാദത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നു. സുബൈദയുടെ കൊച്ചുമക്കളായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ നിലപാട് മാറ്റാനുള്ള അവകാശമുണ്ട് എന്നൊരു വാദമാണ് അഭിഭാഷകൻ മുഖേന അവർ വഖഫ്
വഖഫ് ട്രൈബ്യൂണലിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് കോടതി വിധിയെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സിദ്ദിഖ് സേട്ടിന്റെ മകളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2008-ലും 2019-ലും വഖഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തേതെന്ന് ഉറച്ചു നിന്ന് ഹർജി നൽകിയതാണ് സുബൈദ. സുബൈദയുടെ ചെറുമക്കളാണ് ഇപ്പോൾ അത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാട് ട്രിബ്യൂണലിൽ സ്വീകരിച്ചിരിക്കുന്നത്. കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന മലക്കം മറിച്ചിലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.